വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരാർക്ക് വിട നൽകി കലാകേരളം. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്ത് അന്തരിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഉയരുന്നു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. പ്രതിഷേധിച്ച് ജനം. കള്ളക്കടൽ പ്രതിഭാസത്തിൽ വലഞ്ഞ തീരമേഖല. അപ്രതീക്ഷിത വേലിയേറ്റത്തിൽ നാശനഷ്ടങ്ങൾ ഏറുന്നു. ഭയന്ന് തീരദേശവാസികൾ. തൃശൂർ കുറ്റിപ്പുറം പാത പുനർനിർമ്മാണം നിലച്ചു. പുഴയ്ക്കലിലും കേച്ചേരിയിലും ഗതാഗത കുരുക്ക് പതിവായി. വിശദാംശങ്ങളിലേക്ക്. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു. വിടവാങ്ങിയത് പൂരങ്ങളുടെ പൂരത്തിൽ 4.5 പതിറ്റാണ്ട് കുട്ടിക്കയറിയ പ്രതിഭ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണിത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലും തുടങ്ങി പ്രമുഖ മേളങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. അച്ഛൻ മാക്കൂത്ത് ശങ്കരൻകുട്ടി മാരാരാണ് ഗുരു. പഠനശേഷം 12ാം വയസ്സിൽ എടക്കുന്നി അമ്പലത്തിൽ നവരാത്രി ദിവസം അരങ്ങേറ്റം കുറിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മേളപ്രമാണിമാർക്കൊപ്പം വലത്തും ഇടത്തും നിന്നും അദ്ദേഹം സൃഷ്ടിച്ചത് അത്ഭുതമായിരുന്നു. 45 വർഷം തൃശൂർ പൂരത്തിന് മാത്രം കുട്ടി. പാറമേക്കാവിൽ ആദ്യം 13 വർഷവും ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി 23 വർഷവും കുട്ടിയാണ് യാത്ര പറയുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി 9 വർഷവും അരവിന്ദാക്ഷമാരാർ കുട്ടിക്കയറി. ഇതിനിടയിൽ 18 വർഷം പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പാണ്ഡ്യയുടെയും പഞ്ചാരിയുടെയും ക്ലാസിക് ശൈലിയാണ് അരവിന്ദാക്ഷമാരാരുടേത്. അധികം മുറുക്കാതെയുള്ള സംഗീതാത്മക ശൈലി, പതിയെ പതിയെ പെരുക്കി വരുന്ന ശൈലി. എല്ലാ മേളത്തിലും അദ്ദേഹം അതുറപ്പാക്കുകയും ചെയ്തു. അരവിന്ദാക്ഷമാരാർ നിൽക്കുമ്പോൾ കൂടെയുള്ളവർക്ക് തോന്നിയതുപോലെ പോകാൻ ധൈര്യമില്ലായിരുന്നു. പ്രമാണി പറയുന്നത് കൊട്ടുക എന്നാണ് അരവിന്ദാക്ഷമാരാർ കൂടെയുള്ളവരെ ഓർമ്മിപ്പിച്ചത്. പ്രമാണച്ചെണ്ട ഏറ്റിയവൻ തനിക്കിളയവനായാലും സങ്കടലേശമില്ലാതെ കന്മഷ തരിയില്ലാത്ത മനസ്സുമായി അക്ഷരകാലങ്ങളുടെ ഗോപുര നിർമ്മിതിയിൽ സ്വയം സമർപ്പിച്ച നാദസബരിയായിരുന്നു ഈ അതുല്യ പ്രതിഭ. കേളത്തിന് TCBയുടെ പ്രണാമം. TCB തൃശൂർ. വിട പറഞ്ഞത് മേളത്തിനായി സമർപ്പിച്ച ജീവിതം. 10ാം വയസ്സിൽ ചെണ്ടക്കോൽ കയ്യിലെടുത്ത കേളത്ത് 7 പതിറ്റാണ്ട് മേളസബരിയ തുടർന്നു. 10ാം വയസ്സിൽ മേള പഠനം ആരംഭിച്ചു. ആദ്യമായി പൂരത്തിന് കൂടെ കൂട്ടിയത് പാണ്ഡ്യ ചക്രവർത്തി പരിയാരത്ത് കുഞ്ഞന്മാരാർ, പല്ലശ്ശന പത്മനാഭമാരാർ, പെരുവനം നാരായണമാരാർ, കുറുപ്പത്ത് നാണുമാരാർ തുടങ്ങിയ കേമന്മാർക്കൊപ്പം കൊട്ടിത്തെളിഞ്ഞു. ഏത് മേളപ്രമാണിയുടെയും വിശ്വസ്തനായിരുന്നു അരവിന്ദാക്ഷമാരാർ. മേളത്തിനിടെ ചിരിച്ചുകൊണ്ട് എല്ലാ വാദ്യക്കാരെയും കണ്ണോടിക്കുന്ന കേളത്ത് മേളപ്രമാണിയുടെ ബലമായിരുന്നു. ഒരു തവണ പെരുവനം കുട്ടന്മാരാർ ഇലഞ്ഞി മേളത്തിനിടെ അല്പസമയം മാറി നിന്നപ്പോൾ മേളം നടത്തിയത് കേളത്തായിരുന്നു. പ്രായാധിക്യം മൂലം ഇനി വയ്യ എന്ന് പറഞ്ഞ് തൃശൂർ പൂരത്തിൽ നിന്ന് കേളത്ത് മാറി നിന്നത് 2022 അന്ന് TCBയോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഇവിടെ വന്നിട്ട് പിന്നെ 23 കൊല്ലം കൂട്ടി. എനിക്ക് പറ്റില്ല, വയസ്സാകുമ്പോഴായി. പിന്നെ നമ്മളെ അന്നത്തെ പഠിപ്പുകൊണ്ട് കൂട്ടിക്കൊണ്ട് കിടക്കുക ഞാൻ. മേളപ്രേമികളുടെ മിഴി നനയിച്ചാണ് കേളത്താശാൻ വിട പറയുന്നത്. മേളത്തിന് സമർപ്പിച്ച ജീവിതമായിരുന്നു അവിവാഹിതനായ കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടേത്. കൾച്ചറൽ ഡെസ്ക് TCB. അന്തരിച്ച ചെണ്ടകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർക്ക് അന്തിമോപചാരം നൽകാനായി സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ളവർ എടക്കുന്നിലെ വീട്ടിലെത്തി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ എന്നിവർ വീട്ടിലെത്തിയിരുന്നു. കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തി. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്ത് എന്ന ഗോവിന്ദൻകുട്ടി പള്ളത്ത് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അമലനഗറിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാദസരം എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയ്ക്കായി ആദ്യ ഗാനമെഴുതിയത്. കാറ്റ് വന്നു നിന്റെ കാമുകൻ വന്നു എന്ന് തുടങ്ങുന്ന ഗാനം.
2016 പുറത്തിറങ്ങിയ നൂൽപ്പാലം എന്ന ചിത്രത്തിലേതാണ് അവസാന ഗാനം. വിദ്യാധരൻ മാഷായിരുന്നു സംഗീത സംവിധാനം. റവന്യൂ വകുപ്പിലായിരുന്ന GK പള്ളത്ത് ഡെപ്യൂട്ടി തഹസിൽദാറായാണ് വിരമിച്ചത്. GK പള്ളത്ത് രചിച്ച ഗാനങ്ങളടങ്ങിയ പുസ്തകം കഴിഞ്ഞ മാസം തൃശൂരിൽ പ്രകാശനം ചെയ്തിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി അരണാട്ടുകരയിലെ വസതിയിൽ വിശ്രമത്തിലായിരുന്നു. 2000 ഒക്ടോബർ 5-ാം തീയതി തൃശൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ അദ്ദേഹം 2004 ഏപ്രിൽ 3 വരെ തുടർന്നു. എക്കാലത്തും കോൺഗ്രസിന്റെ ജില്ലയിലെ മുൻനിര പ്രവർത്തകനായി നിലകൊണ്ട അദ്ദേഹം ലീഡർ K. കരുണാകരന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലെ സജീവ പ്രവർത്തകനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. ജോസ് കാട്ടുകാരന്റെ നിര്യാണത്തിൽ VM സുധീരൻ, മേയർ MK വർഗീസ് അടക്കമുള്ളവർ അനുശോചിച്ചു. നേതാക്കളും പ്രവർത്തകരുമായി നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി അരണാട്ടുകരയിലെ വസതിയിലെത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30 DCC ഓഫീസിലും തുടർന്ന് 10:30 കോർപ്പറേഷൻ ഓഫീസിലും നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് അരണാട്ടുകര സെന്റ് തോമസ് ദേവാലയത്തിൽ സംസ്കാരം നടക്കും. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ജോസ് കാട്ടുകാരനെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പാർട്ടി പതാക പുതപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പീക്കറുമായിരുന്ന അഡ്വക്കേറ്റ് താരമ്പിൽ രാമകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, TN പ്രതാപൻ MP, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, DCC ഭാരവാഹികൾ എന്നിവർ ചേർന്നാണ് അരണാട്ടുകരയിലെ വസതിയിലെത്തി പാർട്ടി പതാക പുതപ്പിച്ചത്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. വൈദ്യുത ഉപഭോഗം കുറയ്ക്കാനാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതായി പരാതിയുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഉപഭോഗം കൂടിയ സ്ഥലങ്ങളിലാണ് വൈദ്യുതി ഓഫ് ചെയ്യുന്നത്. ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വൈദ്യുതി നിയന്ത്രണം വേണമെന്നാണ് KSEB നിലപാട്. വൈദ്യുതി സർചാർജിൽ വർധന വരുത്തി KSEB കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. നിലവിലെ സർചാർജിന് പുറമെ യൂണിറ്റിന് 10 പൈസ ഉയർത്തി 19 പൈസയാക്കിയിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിൽ വലഞ്ഞ തീരമേഖല. അപ്രതീക്ഷിത വേലിയേറ്റത്തിൽ ഭയന്നാണ് തീരദേശവാസികൾ കഴിയുന്നത്. സാധാരണ വേലിയേറ്റമുണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. കരയിലേക്ക് തിരമാലകൾ ഇരച്ചുകയറും. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചതും കള്ളക്കടൽ പ്രതിഭാസമാണ്. എറിയാട്, ചന്തക്കടപ്പുറം, എടവിലങ്ങ്, കാര, അറപ്പക്കടവ്, പുതിയ റോഡ് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കടന്നത്. കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലേക്ക് വലിയും. പിന്നീട് വൻ തിരമാലകൾ തീരത്തേക്ക് അടിച്ചുകയറും. സുനാമിയോട് സമാനതകളുള്ളതാണ് ഈ പ്രതിഭാസം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൂറ്റൻ തിരമാലകളെ ഭയന്നാണ് തീരവാസികൾ കഴിയുന്നത്. വിനോദസഞ്ചാര മേഖലയെയും ഇത് ബാധിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ബീച്ചുകളിൽ കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. TCV തൃശൂർ. പുനർനിർമ്മാണം പൂർത്തിയാകാതെ തൃശൂർ കുറ്റിപ്പുറം പാത. നിർമ്മാണ കാലാവധി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടു. പക്ഷേ പുനർനിർമ്മാണം നിലച്ച മട്ടാണ്. സ്വരാജ് റൗണ്ട് മുതൽ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൂരമാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം ആരംഭിച്ചത്. 218 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ജംഗ്ഷനുകളുടെ വികസനം, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, 3 ചെറിയ പാലങ്ങൾ, 28 കലുങ്കുകൾ, റോഡ് സ്ഥിരം തകരുന്ന മേഖലകളിൽ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയവയായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. KSTPയുടെ മേൽനോട്ടത്തിലായിരുന്നു നവീകരണം. 2023 സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ നിശ്ചയിച്ച് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പക്ഷേ നിലവിൽ നിലച്ചിരിക്കുകയാണ്. പണി പാതിയിൽ നിന്നതോടെ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്കും പതിവായി. കരാർ കമ്പനിക്ക് പണം ലഭിക്കുന്നില്ല. പുഴയ്ക്കലിലെ വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചു തുടങ്ങി നിരവധി വാദങ്ങളാണ് ഉയരുന്നത്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയതോടെ ദുരിതത്തിലായത് യാത്രക്കാരാണ്. പുഴയ്ക്കലിലും കേച്ചേരിയിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് പുനർനിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന് ഇനിയും അധികാരികൾക്ക് ഉറപ്പു നൽകാനാകുന്നില്ല. TCV തൃശൂർ. നെടുമ്പാളിൽ വീടിനുള്ളിൽ കിടപ്പ് രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. തന്റെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി. നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇയാളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്ന കിടപ്പിലായിരുന്നു. സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ, ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്.
മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തെളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സെബാസ്റ്റ്യന് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി. സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത്. ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു. സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട്, ഒല്ലൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. TCV പുതുക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറുന്നു. ദർശനത്തിന് ദിവസവും വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. ഞായറാഴ്ച ക്ഷേത്രത്തിൽ 164 വിവാഹങ്ങളാണ് നടന്നത്. വിവാഹം നടത്തുന്നതിന് സ്ഥിരമുള്ള മണ്ഡപങ്ങൾക്ക് പുറമെ ഒരു മണ്ഡപം അധികമായി ഏർപ്പെടുത്തി 5 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടന്നത്. 499 ചോറൂൺ വഴിപാടും നടന്നു. മെയ് 9 മുതൽ വൈശാഖ മാസം തുടങ്ങുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കും. രാജ്യത്ത് 3ാം ഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും 3ാം ഘട്ടത്തിൽ ജനവിധി തേടും. ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ 11ഉം ഉത്തർപ്രദേശിൽ 10ഉം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. 4ാം ഘട്ടം മെയ് 13-നും 5ാം ഘട്ടം മെയ് 20-നും 6ാം ഘട്ടം മെയ് 25-നും 7ാം ഘട്ടം ജൂൺ 1-ാം തീയതിയും വോട്ടെടുപ്പ് നടക്കും. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ചെമ്മണ്ണൂരിൽ BJP പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചെമ്മണ്ണൂർ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ റോഹനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിൽ സുഹൃത്തുമായി പോകുന്നതിനിടെ റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കത്തികൊണ്ട് തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. റോഹനെ ആക്രമിക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് മർദ്ദനമേറ്റ റോഹൻ ആരോപിച്ചു. ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്ക് പൂരം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് റോഹൻ പറഞ്ഞു. പരിക്കേറ്റ റോഹൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ സാമൂഹ്യ വിരുദ്ധർ കേടുവരുത്തി. 2 മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ എത്തി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത്. മണ്ണ് നിറഞ്ഞതോടെ എഞ്ചിനുള്ളിലെ ഓയിൽ അടക്കമുള്ളവ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു. യന്ത്രങ്ങൾ നന്നാക്കിയെടുക്കണമെങ്കിൽ 6 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കരാറുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിസരവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ഒഴിവന്ന ടോറസ് ലോറികൾ തടഞ്ഞത് വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു. വെറ്റിലപ്പാറയിൽ പകൽ സമയത്തും കാട്ടാനകൾ ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. എണ്ണപ്പനത്തോട്ടത്തിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങിയത്. ചൂട് കൂടിയതോടെ പകൽ സമയത്തും ആനക്കൂട്ടം കാടിറങ്ങുകയാണ്. ഇതുമൂലം പലപ്പോഴും ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വെറ്റിലപ്പാറ സ്കൂൾ പരിസരത്തെ പറമ്പുകളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആനക്കൂട്ടം ഇറങ്ങുന്നതുമൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പുഴയരികിൽ സൗരോർജ്ജ വേലിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ചേർപ്പ് മുത്തുള്ളിയാൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ പെരുമ്പള്ളിശ്ശേരി വെസ്റ്റ് വലിയങ്ങോട്ട് നന്ദകുമാർ, നന്ദിപുലം ചക്രത്ത് മുകുന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും എതിർ ദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ ദിവസം മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപം ജീപ്പും ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചിരുന്നു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് തിങ്കളാഴ്ച പുനരാരംഭിക്കും. കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു. പുതുക്കിയ പരിഷ്കാരവുമായി മുന്നോട്ട് തന്നെയാണെന്ന് സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാടെടുത്തതോടെയാണ് ട്രാക്കുകളിൽ പ്രതിഷേധം പുകഞ്ഞത്. എതിർപ്പ് കനത്തതോടെ ഗതാഗത വകുപ്പ് പരിഷ്കാരങ്ങളിൽ സർക്കാർ ഇളവുകൾ വരുത്തി. ഇതോടെയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുവാൻ CITU അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം 23-ാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായി CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ചർച്ച നടത്തുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റ് പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കുവാനാണ് CITU തീരുമാനം.
നാട്ടികയിൽ വിദേശവനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി അഴകേശനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടപ്പുറത്ത് നടക്കുന്നതിനിടെയാണ് ജർമ്മൻ സ്വദേശിയായ വനിതയെ ഇയാൾ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിലിരിക്കെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. തളിക്കുളം പത്താംകല്ല് സ്വദേശി കോപ്പൂര് വീട്ടിൽ അഭിഷേകിനെയാണ് പോലീസ് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത് ഇയാൾ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. വനിതാ SI ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് തളിക്കുളത്ത് നിന്നും ഇയാളെ പിടികൂടിയത്. കുന്നുകുളം ചൊവ്വന്നൂരിൽ കാട്ടുപന്നിയെ അജ്ഞാത വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. അർദ്ധരാത്രിയിലാകാം കാട്ടുപന്നിയെ വാഹനമിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയാണ് കാട്ടുപന്നിയെ വാഹനമിടിച്ചത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. സൗദി അറേബ്യയിലെ തായിഫ് അൽ ഷെരീഫ് മ്യൂസിയത്തിൽ മലയാളിയുടെ ആർട്ട് ഇടം നേടി. ചന്ദ്രാപിന്നി സ്വദേശി മുസ്തഫ യൂസഫാണ് 3000 വർഷം പഴക്കമുള്ള അറബിക് ലിപിയായ അൽ മുസ്നദിൽ തയ്യാറാക്കിയ ആർട്ടും അതിനെക്കുറിച്ചുള്ള ഹ്രസ്വവിവരണവും പ്രദർശിപ്പിച്ചത്. ഈ ലിപി വായിക്കുവാനും എഴുതുവാനും പഠിച്ച മുസ്തഫ അറബിയിലെ അന്ധരുടെ ഭാഷയും മൂകരുടെ ഭാഷയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK നേത്രദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ സായോജ് പോൾ, ഡോക്ടർ KM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ പ്രസിഡന്റ്, മുൻ നഗരസഭാ കൗൺസിലർ TM നാസർ ഉൾപ്പെടെ അന്നകര കടാംതോട് പാലം തകർച്ചാ ഭീഷണിയിൽ. തൃശൂർ നിന്നും ചാവക്കാട്ടേക്കുള്ള റൂട്ടിലെ പ്രധാന പാലത്തിന്റെ 2 തൂണുകളുടെ അടിയിലെ കരിങ്കല്ലുകൾ ഇളകിപ്പോയ നിലയിലാണ്. ഏകദേശം 80 വർഷം പഴക്കമുള്ളതാണ് പാലം. നിർമ്മാണത്തിന് ശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. ബസ്സുകളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. 2018 പ്രളയത്തിൽ പാലത്തിന് മുകളിൽ 4 അടി വരെ ഉയരത്തിലാണ് വെള്ളം ഒഴുകിയത്. പഴയ പാലം പൊളിച്ച് വീതിയും ഉയരവും കൂട്ടി പുതുക്കി പണിയണമെന്നുള്ളത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന ബജറ്റിൽ ടോക്കൺ തുക മാത്രം വെച്ച് അന്നകര കടാംതോട് പാലം നിർമ്മാണം സ്ഥാനം പിടിക്കാറുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പാലം നിർമ്മാണത്തിനാവശ്യമായ സ്ഥലപരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇത്തവണ മരാമത്ത് വകുപ്പ് പാലം വിഭാഗം ചാവക്കാട് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ഭരണാനുമതി ലഭിച്ചിട്ടില്ല. പുതിയ പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV പാവറട്ടി. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. വാദ്യകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷമാരാർക്ക് വിട നൽകി കലാകേരളം. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്ത് അന്തരിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഉയരുന്നു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. പ്രതിഷേധിച്ച് ജനം. കള്ളക്കടൽ പ്രതിഭാസത്തിൽ വലഞ്ഞ തീരമേഖല. അപ്രതീക്ഷിത വേലിയേറ്റത്തിൽ നാശനഷ്ടങ്ങൾ ഏറുന്നു. ഭയന്ന തീരദേശവാസികൾ. തൃശൂർ കുറ്റിപ്പുറം പാത പുനർനിർമ്മാണം നിലച്ചു. പുഴയ്ക്കലിലും കേച്ചേരിയിലും ഗതാഗതക്കുരുക്ക് പതിവായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.